അസ്സലാമലൈക്കും. ഇസ്ലാം മുഹമ്മദ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കും ചിലപ്പോൾ ഇത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയേക്കാം. ഇതിൽ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഇതിൽ നല്ല വിശ്വാസമുണ്ട്. ഇവിലൈ, നെസർ, കണ്ണേറ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇതൊക്കെ ഭയങ്കര അന്ധവിശ്വാസമായിട്ട് തോന്നും. പക്ഷേ അല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടണം, ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 101% ഉറപ്പുള്ള ആൾക്കാരോടല്ലാതെ ഈ വഴിക്കോട് പോണവരോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും കസിൻസിനോടും ഇവരോടൊക്കെ പറയാതിരിക്കുക. ജസ്റ്റ് ബി ക്വൈറ്റ് ആൻഡ് സൈലൻറ്റ് അൺടിൽ യു സക്സസ്. കാരണം ഇതൊക്കെ ശരിക്കും ഉള്ളതാണ്. നിങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം, അതും അൺഎക്സ്പെക്റ്റഡ് ആയ രീതിയിൽ അതൊക്കെ മൂഞ്ചി പോകുന്ന എങ്ങനെ ഉണ്ടാവും? അതൊന്നും നടക്കാതെ പോകാമെന്ന് പറയില്ലേ? വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ലൈഫിലെ ചിലർ, നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം. അവനത് കിട്ടിയില്ലേ എന്ന് എല്ലാ മനുഷ്യന്മാരും നമ്മുടെ സക്സസ്സിൽ സന്തോഷിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവരെക്കാളും മേളിലാവുന്നത് ആർക്കും തന്നെ പിടിക്കില്ല. നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെന്നതിന് ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഒരിക്കലും അയാളെക്കാളും മേളിൽ വളരുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം അവർ മുമ്പിൽ വെച്ചിങ്ങനെ പറയും, നീ അത് ചെയ്തില്ലേ, അത് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഇന്നർ മൈൻഡിൽ ഒരു ഇവിലായി ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഒരു സക്സസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. സോ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ just be silent and quiet and your success will be talking. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.